വിവിധ മേഖലകളിലെ ഭാവി എന്ന ആശയത്തിലൂന്നിയുള്ള ഫ്യൂച്ചർ സമ്മിറ്റിന് കൊച്ചിയിൽ നാളെ തുടക്കമാവുകയാണ്. കൽപ്പിത സർവകലാശാലയായ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് ഒരാഴ്ച നീളുന്ന ഭാവി ഉച്ചകോടിയുടെ സംഘാടകർ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ റിച്ചർഡ് സ്റ്റാൾമാൻ അടക്കം 100ഓളം പ്രഗത്ഭർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അഖില നന്ദകുമാർ അവിടെ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഭാവി എങ്ങനെ മാറുമെന്ന ആകാംക്ഷയാണ് ചുറ്റിലും. കല, ശാസ്ത്രം, സമൂഹം, വിദ്യാഭ്യാസം എങ്ങനെയെല്ലാം മാറും? അതിനായി നമ്മൾ മനുഷ്യർ എത്ര കണ്ട് തയ്യാറെടുക്കണം? ഈ ആശയത്തിലൂന്നി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഭാവി ഉച്ചകോടിയാണ് കൊച്ചിയിൽ നടക്കുന്നത്. രാജ്യത്തെ മുൻനിര കൽപ്പിത സർവകലാശാലകളൊന്നായ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് സംഘാടകർ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടോം ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. വലിയ വൈവിധ്യമാർന്ന വിഷയങ്ങളാണ്. ഭാവി എങ്ങനെ മാറുമെന്ന് എല്ലാവർക്കും അറിയണം. എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? 7 ദിവസങ്ങളിലായിട്ട് 7 ട്രാക്കുകൾ. വിദ്യാഭ്യാസം മുതൽ കൃഷി, സാങ്കേതിക വിദ്യ, ചരിത്രം, സാഹിത്യം, സംസ്കാരം, കല, എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ ബിസിനസ് എന്നിങ്ങനെ 7 ട്രാക്കുകളിലായിട്ട് ഏകദേശം 200-ലധികം സ്പീക്കർമാർ പല വിഷയങ്ങളിൽ സംസാരിക്കുന്നു, സംവദിക്കുന്നു. അതുപോലെ തന്നെ നല്ല കോൺവെർസേഷൻസ്, നല്ല ഡയലോഗ്സ്. ഒരു പ്രസൻറ്റ് ജനറേഷനെ എങ്ങനെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ അവരെ ഫ്യൂച്ചർ റെഡിയാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, അതെങ്ങനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം എന്ന് ബേസ് ചെയ്താണ് ഈ സമ്മിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൊതുജനങ്ങൾക്കും പ്രവേശനം ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയായിരിക്കും? ആൾക്കൊക്കെ ആക്സസ് ഉണ്ട് പരിപാടിക്ക്? ഈ സമ്മിറ്റ് ബേസിക്കലി എല്ലാവർക്കും വേണ്ടിയുള്ള സമ്മിറ്റാണ്. എല്ലാവർക്കും ഇത് എല്ലാവർക്കും വേണ്ടിയല്ല, എന്നാൽ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഈ സമ്മിറ്റിലുണ്ട്. അതായത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല, മറ്റ് കോളേജ് വിദ്യാർത്ഥികൾക്ക്, അതുപോലെ ജോലി ചെയ്യുന്നവർക്കും, അതുപോലെ ഈവൻ ദിനം കൂലിവേല ചെയ്യുന്ന ആൾ മുതൽ ഒരു സാധാരണ ഓട്ടോ ഓടിക്കുന്ന ആൾ മുതൽ എല്ലാവർക്കും വേണ്ടി ഒരു എലമെൻറ്റ് ഈ ഫെസ്റ്റിവലിൽ അല്ലെങ്കിൽ സമ്മിറ്റിലേക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട്. 3 മണി വരെയുള്ളൊരു ഫുഡ് സ്ട്രീറ്റ്, അതുപോലെ എല്ലാ ദിവസവും മ്യൂസിക് ബാൻഡുകളുണ്ട്, സ്റ്റുഡൻറ്റ് ബിനാലയുണ്ട്, റോബോട്ടിക് എക്സ്പോ ഉണ്ട്, നമ്മൾ ടെസ്റ്റിലെ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒരു എലമെൻറ്റ് ഈ ഫെസ്റ്റിവലിലുണ്ട്. ഇതിനകത്ത് നമ്മളൊരു 30% ഫേസുകൾ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഫേസുകളാണ്, വളരെ നിർണായകമായ സ്പീക്കേഴ്സാണ്. ബാക്കിയുള്ള 70% സ്പീക്കേഴ്സും പുതിയ മുഖങ്ങളാണ്, നമ്മൾ ഇനിയും കേൾക്കാത്ത അല്ലെങ്കിൽ ഇനിയും അവരെ ശ്രവിക്കാത്ത മുഖങ്ങളാണ്. അപ്പോൾ 200-ലധികം സ്പീക്കർമാർ നമ്മൾ ഓരോ വിഷയത്തിലും നമ്മൾ ഉറപ്പായിട്ടും കേൾക്കേണ്ട വ്യൂസ്, ഗവൺമെൻറ്റിൻ്റെ വ്യൂസ് ഉണ്ട്, പോളിസി മേക്കേഴ്സ് എന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ നമ്മൾ എംപ്ലോയർ പെർസ്പെക്റ്റീവ് കേൾക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആ ഡൊമൈൻ്റെ റെപ്രസെൻറ്റേഷൻ, അങ്ങനെ വ്യത്യസ്തമായൊരു ലൈനപ്പാണ് സ്പീക്കേഴ്സിന് ഒരുക്കിയിരിക്കുന്നത്. ടെക്നോളജി അല്ലെങ്കിൽ ഫ്യൂച്ചർ ഒരു 10%-നോ 15%-ന് വേണ്ടിയുള്ളതല്ല, സൊസൈറ്റിക്ക് വേണ്ടി മൊത്തമാണ്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മൊത്തം അതിൻ്റെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ബെനിഫിറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പീക്കർ എന്ന് റിച്ചാർഡ് സ്റ്റാൾമാൻ, അത് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറാണ്. റിച്ചാർഡ് സ്റ്റാൾമാനൊക്കെ ഒരു വേദിയിൽ സാധാരണ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെഷൻ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അയാളെ ശ്രമിക്കാൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്പീക്കേഴ്സിൻ്റെ ലൈനപ്പാണ് നമ്മൾ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഈ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ ഈ സമ്മിറ്റിൽ നിന്നുണ്ടാവും. ടെസ്ല കാറും അധികം ഒന്നും കണ്ടിട്ടില്ല നമ്മൾ, അപ്പോൾ അതിനൊരു ക്യൂരിയോസിറ്റിയും വരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ടെസ്ല നമുക്ക് നാട്ടുകാർക്ക്, നമ്മുടെ കേരളീയർക്ക് പുറത്ത് പോയി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചിത്രത്തിലോ അല്ലെങ്കിൽ വീഡിയോസോ ഇൻ്റർനെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നേരിട്ട് കാണാൻ ടെസ്ലയുടെ എക്സ് മോഡൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ അങ്ങനെ ടെസ്ല എക്സ് എത്തുന്നത്. അത് ഫ്യൂച്ചർ എന്നാണ് പ്ലേറ്റിൽ, നമ്മൾ UK നിന്ന് കാർ കൊണ്ടുവരിക്കുന്നത്. ആ കാറിൻ്റെ പ്ലേറ്റ് തന്നെ ഫ്യൂച്ചർ എന്നാണ്. ഇതുവരെ എത്ര രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്? എങ്ങനെയാണ് റെസ്പോൺസ്? എങ്ങനെയുണ്ട്? നമ്മൾ 1,00,000-ലധികം ആളുകളെയാണ് ഈ സമ്മിറ്റിനെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു ഈ നടക്കുന്ന ഇൻഫോപാർക്ക് എക്കോസിസ്റ്റത്തിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അപ്പോൾ നമ്മൾ ഈ സമ്മിറ്റിൻ്റെ ഒരു വൈഡ് ആയിട്ടുള്ള റീച്ച്, ഒരു നോയ്സ്, ഒരു ടോക്ക് ഓഫ് ദി ടൗൺ ആയിക്കഴിഞ്ഞു. കാരണം ഇങ്ങനെ ഒരു ഫ്യൂഷൻ ആയിട്ടുള്ളൊരു സമ്മിറ്റ്, കാരണം ടെക്നോളജിയും സാഹിത്യവും കലയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും അതുപോലെ ബിസിനസ്സും അഗ്രികൾച്ചറും എർത്തും എൻവയോൺമെൻറ്റൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് കേരളത്തിൽ നടന്നിട്ടില്ല. 7 ദിവസം ബാൻഡുകളെന്നും ഇന്ത്യയിലെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ബാൻഡ്സാണ് 7 ദിവസം പെർഫോം ചെയ്യുന്നത്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് വൈബ്രൻറ്റ് ഫെസ്റ്റിവലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ 1,00,000-ലധികം ക്രോസ് ചെയ്യും. ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ നമ്മൾ 25,000-ലധികം രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞു. ഇനിയും ഒത്തിരി എൻക്വയറീസ്, ഒത്തിരി കോൾസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റ് എല്ലാ ആശംസകളും അഡ്വാൻസായി നേരുകയാണ്.